മിന്നൽ തീരുവയിൽ തട്ടി നാമക്കൽ മുട്ടകൾ. മുട്ടയ്ക്ക് ട്രംപിന്റെ 8ന്റെ പണി. മുട്ടക്കൂടോത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ട്രംപ് അറ്റാക്കിൽ മുട്ടകൾക്ക് കട്ട പണി കിട്ടുന്നത് ആദ്യമായിട്ടാണ്. പണ്ട് ഇന്ത്യയിലെ മുട്ട നഗരമായ നാമക്കലിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. യൂറോപ്പിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചപ്പോൾ അമേരിക്കക്കാർക്ക് വറുത്തും പൊരിച്ചും ചിക്കിയും ബുൾസൈ ഉണ്ടാക്കിയും ഒക്കെ തട്ടാൻ ഈ പാവം നാമക്കൽ മുട്ടകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മുട്ടകളാണിപ്പോ തീരുവത്തിയിൽപ്പെട്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 20 കോടി രൂപയുടെ 1,20,00,000 മുട്ടകളാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലെന്ന മട്ടിൽ കെട്ടിക്കിടക്കുന്നത്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെ വാ തുറന്നാൽ ഇന്ത്യ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ എന്തിന്ത്യ ഏതിന്ത്യ എന്ന സ്റ്റൈൽ മാറ്റിയപ്പോൾ മുട്ടയ്ക്കും ഗതി കിട്ടാതായി. മുട്ടയായത് കാരണം വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല, ചീമുട്ടയായി പോകും. ഇവിടെ 4.5 രൂപയുള്ള മുട്ട അവിടെ 15 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നത് മികച്ച ലാഭമായിരുന്നു. നാമക്കല്ലിൽ പ്രതിദിനം 7 കോടി മുട്ടകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ 80 ലക്ഷം മുട്ട എല്ലാ ദിവസവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അവിടെ കിട്ടുന്നതിലും ലാഭം ഡോളേഴ്സിൽ കിട്ടുമെന്ന് ഉറപ്പായതോടെ ഗൾഫിലേക്ക് പോലും അയക്കാതെ റിസർവ് ചെയ്തു വെച്ച മുട്ടക്കുട്ടന്മാരാണ് ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന സ്ഥിതിയിലായത്. നാമക്കല്ലിൽ നിന്ന് ജൂൺ ആദ്യവാരം US-ലേക്ക് കയറ്റിവിട്ടത് 1.2 കോടി മുട്ടകളാണ്. ഇത് റെക്കോർഡാണ്. എന്നാൽ ഈ മാസം മുട്ടകൾ കയറ്റി അയക്കാനാകാതെ വന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. 20 കോടി രൂപയുടെ മുട്ടയാണ് കെട്ടിക്കിടക്കുന്നത്. 25% താരിഫ് വന്നതോടെ ഇന്ത്യൻ മുട്ടകൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ അമേരിക്കക്കാർ നോ ഇന്ത്യൻ മുട്ട എന്നായി. പിന്നെ എന്ത് ചെയ്യും? പിടിച്ചു കെട്ടി വിൽപ്പന നടത്താനൊന്നും പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും കിട്ടുന്ന കാശിന് പ്രാദേശിക വിപണിയിൽ തന്നെ വിറ്റഴിക്കാനാണ് ഇപ്പോൾ മുട്ട കർഷകരുടെ തീരുമാനം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുമെന്ന് പറയും പോലെ കേരളത്തിൽ ഉൾപ്പെടെ മുട്ടവില വരും ദിവസങ്ങളിൽ കുറയുമെന്നാണ് വിവരം. ഇനിയപ്പോൾ നമുക്ക് ഹാപ്പി ബുൾസൈ ഡേയ്സ് ഒക്കെ ആകാം. എന്നാലും പാവം കർഷകരോ? കാര്യങ്ങൾക്കൊരു തീരുമാനമായില്ലെങ്കിൽ താരിഫിൽ മുട്ട മാത്രമല്ല മറ്റു പല മേഖലകളും തകർന്ന് തരിപ്പണമാകുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ വരാതിരിക്കട്ടെ. നല്ല ഒന്നാം തരം ബിസിനസ്സുകാരനായ ട്രംപ് വരും ദിവസങ്ങളിൽ തന്നെ സമവായം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷയും. ഇനി വാൽകൃഷ്ണം. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ. അമേരിക്കൻ ഡോളേഴ്സ് കണ്ടപ്പോൾ ഗൾഫിലേക്കുള്ള മുട്ടകൾ കൂടി അമേരിക്കക്കാർ കഴിക്കട്ടെ എന്ന തീരുമാനത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് കർഷകർ. വിരിയിക്കാൻ വെച്ചിരുന്നെങ്കിൽ പോലും എന്തുമാത്രം കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയായി. ഇനിയിപ്പോ പതുക്കെ പഴയ വിപണികളിലേക്ക് തിരികെ പോവുകയോ സ്ഥിരതയുള്ള പുതുവിപണി കണ്ടെത്തുകയോ വേണം. എന്തായാലും ഇനി കുടിച്ച വെള്ളത്തിൽ ട്രംപിനെ വിശ്വസിക്കാനിടയില്ല ഇവർ.